നമസ്കാരം. ദീപ്തമായ ഈ സന്ധ്യയിൽ എല്ലാവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയമരമതുലം ദേവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മംഗലാപം മായാവിൻ നിൻ പ്രസാദം. നീതി ശതകത്തിലെ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം പറയുന്നത് ഇങ്ങനെയാണ്: അഗ്നിയെ ജലം കൊണ്ട് ശമിപ്പിക്കാനാകും, ഛത്രം അഥവാ കുട കൊണ്ട് സൂര്യതാപത്തെ തടയാനാകും, മതയാനെ അങ്കുശം കൊണ്ട് തളയ്ക്കാം, കഴുതെ വടി കൊണ്ട് നിയന്ത്രിക്കാം, ഔഷധം കൊണ്ട് രോഗത്തെ ശമിപ്പിക്കാം. എന്നാൽ മൂർഖന് മാത്രം ഒരു ഔഷധവുമില്ല. മൂർഖൻ എന്നാൽ മൂഢൻ അഥവാ അറിവില്ലാത്തവൻ എന്നാണ് അർത്ഥം. ഇത്തരം സ്വഭാവക്കാരിൽ നിന്നും അകന്നു നിൽക്കണമെന്നാണ് ആചാര്യന്മാർ പോലും പറയുന്നത്. മറ്റുള്ളവർക്ക് എപ്പോഴും അസ്വസ്ഥത മാത്രം ഉണ്ടാക്കുന്നവരാണ് ഇവർ. തുടർന്ന് കാവാലം ശ്രീകുമാർ സാറിൻ്റെ രാമായണ പാരായണം കേൾക്കാം. സൗഖ്യദുഃഖങ്ങൾ സഹജമേവർക്കുമേ, നീക്കാവതല്ല സുരാസുരന്മാരാലും. ലോകേ സുഖാനന്തരം ദുഃഖമായി വരുമാകുലമില്ല, ദുഃഖാനന്തരം സുഖം. നൂനം ദിനരാത്രി പോലെ ഗതാഗതം മാനസേ ചിന്തിക്കിലത്രയുമല്ലടോ, ദുഃഖമധ്യേ സുഖമായും വരും, പിന്നെ ദുഃഖം സുഖമധ്യ സംസ്ഥമായും വരും. രണ്ടും അന്യോന്യ സംയുക്തമായേവനുമുണ്ടു, രണ്ടും അന്യോന്യ സംയുക്തമായി ഏവനുമുണ്ടു, ജലപങ്കുമെന്ന പോലെ സഖേ. ഇനി രാമായണ ദർശനം. ഈ ലോക ജീവിതത്തിൽ സുഖദുഃഖ സാഹചര്യങ്ങളിലൂടെയാണ് മനുഷ്യർ കടന്നു പോകുന്നത്. ഇതിനെ മാറ്റാൻ ആർക്കും കഴിയില്ല. അത് സഹജമാണ്. സഹജമായതിനെ മാറ്റാനാകില്ല എന്നാണ് ലക്ഷ്മണൻ ഗുഹന് ഉപദേശിക്കുന്നത്. ഈ ഭാഗമാണ് ഇന്ന് രാമായണ ദർശനത്തിൽ സ്വാമി ചിദാനന്ദപുരി വിശകലനം ചെയ്യുന്നത്. കർമ്മബദ്ധരായി അഥവാ കർമ്മഫല അനുഭവത്തിന് യോഗ്യരായി ഈ ലോകത്തിൽ നമ്മൾ മനുഷ്യരായി കഴിയുന്ന കാലത്തോളം സുഖദുഃഖങ്ങൾ വരിക തന്നെ ചെയ്യും, അഥവാ സുഖദുഃഖ സാഹചര്യങ്ങൾ വരിക തന്നെ ചെയ്യും. അത് മാറ്റാൻ ആർക്കും സാധ്യമല്ല. അത് സഹജമാണ്. സുഖദുഃഖ സാഹചര്യം മനുഷ്യർക്ക് സഹജമാണ്. സഹജമായതിനെ എങ്ങനെ മാറ്റും? സഹജമായതിനെ മാറ്റാൻ സാധ്യമല്ല. അതുകൊണ്ട് പറയാണ്, നീക്കാവതല്ല സുരാസുരന്മാർക്ക് പോലും, ദേവന്മാർക്കും അസുരന്മാർക്ക് പോലും ഇത് മാറ്റാൻ സാധ്യമല്ല. ദേവന്മാർക്കും ദുഃഖ സാഹചര്യം വരും, സുഖ സാഹചര്യം വരും. അസുരന്മാർക്കും സുഖ സാഹചര്യം വരും, ദുഃഖ സാഹചര്യം വരും. അത് മാറ്റാൻ സാധ്യമല്ല. എൻ്റെ ദുഃഖ സാഹചര്യം ഒന്ന് മാറ്റിത്തരണമെന്ന് ഏതെങ്കിലും ദേവനോട് പ്രാർത്ഥിച്ചിട്ട് ഒരു പ്രയോജനമില്ല. മാറ്റാൻ സാധ്യമല്ല. കാരണം മനുഷ്യദേഹം നമുക്ക് ലഭിക്കുന്നത് സുഖം ദുഃഖ മിശ്രാവസ്ഥയിലാണ്. പുണ്യപാപ സമ്മിശ്രാവസ്ഥയിലാണ് മനുഷ്യദേഹം. അതുകൊണ്ട് ദേവന്മാർക്ക് പോലും ഇത് മാറ്റാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കൂ. എന്ന് മാത്രമല്ല, നമ്മളെപ്പോഴും ഓർമ്മിക്കേണ്ടുന്നതാണ്, ലോകത്തിൽ സുഖാനന്തരം ദുഃഖം വരും, ദുഃഖാനന്തരം സുഖം വരും. പലപ്പോഴും നമ്മൾ ഇത് വിസ്മരിക്കാറുണ്ട്. ജീവിതത്തിൽ എന്തെങ്കിലും ചില സുഖാനുഭവങ്ങൾ വരുമ്പോൾ അഹങ്കാരം കൊണ്ട് സ്വയം മറന്ന് നമ്മൾ ഹർഷത്തെ പ്രാപിക്കാറുണ്ട്. അങ്ങനെ ഹർഷം വന്നാലാകട്ടെ മറ്റുള്ളവരെ മാനിക്കേണ്ടവരെ മാനിക്കാതെ
ഏതോ ഒരു ആന്ധ്യത്തിൽ നമ്മൾ കഴിഞ്ഞെന്ന് വരും. അധാർമികമായി എന്തും ചെയ്യാൻ നമ്മൾ തയ്യാറാവും. ഒരു ദുഃഖാവസ്ഥ ഇതാ വരാൻ പോകുന്നുണ്ട് എന്ന് നമ്മൾ മറന്നു പോകും. ഇതുപോലെ തന്നെയാണ് ജീവിതത്തിൽ എന്തെങ്കിലും ചില ദുഃഖാനുഭവങ്ങൾ വന്നാലും. ജീവിതത്തിൽ എന്തെങ്കിലും ദുഃഖാനുഭവങ്ങൾ വരുമ്പോൾ അയ്യോ എനിക്ക് ദുഃഖം മാത്രമേ ഉള്ളൂ, എപ്പോഴും എനിക്ക് ദുഃഖമാണല്ലോ, ഒന്നിനു പിറകെ ഒന്നായി ദുഃഖങ്ങൾ തന്നെ വരുന്നു എന്ന് സ്വയം ശപിച്ചും തൻ്റെ ജന്മത്തെ തന്നെ ഇകഴ്ത്തി കണ്ടും അതിനെ പ്രയോജനരഹിതമാക്കിയും തീർക്കും ലോകം. ഇത് രണ്ടും ശരിയല്ല. അതുകൊണ്ട് ലോകജീവിതത്തിൽ നമ്മൾ ഒന്ന് മനസ്സിലാക്കണം, ലോകേ സുഖാനന്തരം ദുഃഖമായി വരും, ആകുലമില്ല ദുഃഖാനന്തരം സുഖം. സുഖാനന്തരം നിശ്ചയമായും ദുഃഖം വരും, ദുഃഖാനന്തരം സുഖവും വരും. ഇത് രാത്രിയും പകലും പോലെ, ദിനരാത്രഗതി പോലെ. ദിവം കഴിഞ്ഞാൽ രാത്രം വന്നേ മതിയാവും, രാത്രം കഴിഞ്ഞാൽ ദിവം വരും. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലും. അതുകൊണ്ട് ഏതെങ്കിലും ഒരു അവസ്ഥ ശാശ്വതമാണെന്ന് വിചാരിക്കരുത്. ഇത് കറങ്ങിക്കൊണ്ടേയിരിക്കുന്നതാണ്. ഈ യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളണം. പക്ഷേ അനുഭവകാലത്തിൽ പലപ്പോഴും മനുഷ്യൻ മറന്നുപോകും. എന്തെങ്കിലും ദുഃഖം വരുമ്പോൾ ശോകഗ്രസ്തരായി വിഷാദഗ്രസ്തരായി നശിക്കും. എന്തെങ്കിലും സുഖം വരുമ്പോൾ ഹർഷത്തെ പ്രാപിച്ചും നശിക്കും. അതുകൊണ്ട് ഈ യാഥാർത്ഥ്യം ബോധിച്ചേ മതിയാവും. ലോകജീവിതം നിമ്നോന്നതമാണ്. ഒരു കയറ്റമുണ്ടെങ്കിൽ ഒരു ഇറക്കമുണ്ടാകും. ഇറക്കമെന്ന് നമ്മൾ പറയുന്നത് കയറ്റമുണ്ടായതുകൊണ്ടാണല്ലോ. ഇതെന്നും നമ്മൾ ഓർമ്മിക്കണം. അതുകൊണ്ട് ദിനരാത്രി പോലെ നിശ്ചയമായും ഇത് ഗതാഗതമാണ്. ഇത് നീ മനസ്സിൽ ചിന്തിക്കൂ, എപ്പോഴും മനസ്സിലിത് സൂക്ഷിക്കണം. എങ്കിലൊരിക്കലും നമ്മൾ വിഷാദിച്ചും നശിക്കില്ല, ഹർഷം കൊണ്ടും നശിക്കില്ല. അത്രയുമല്ല, പിന്നെയോ ദുഃഖമധ്യേ സുഖമായി വരും, പിന്നെ ദുഃഖം സുഖമധ്യസംസ്ഥമായും വരും. വലിയ ദുഃഖാനുഭവങ്ങളെ വിചാരം ചെയ്തു കഴിഞ്ഞാൽ പ്രായണ ദുഃഖമയമാണെന്ന് പറയുന്ന ജീവിതത്തിൻ്റെ തന്നെ മധ്യത്തിൽ അങ്ങിങ്ങോ സുഖാനുഭവങ്ങൾ നമുക്കുണ്ടാവും. അവയെ നമ്മൾ അനുഭവിക്കാറുമുണ്ട്. അതുപോലെ പ്രായണ സുഖമയമാണെന്ന് കണക്കാക്കുന്ന ജീവിതത്തിൻ്റെ മധ്യത്തിൽ ചില ദിവസങ്ങളിൽ അല്ലെങ്കിൽ ചില സന്ദർഭങ്ങളിൽ ചില ദുഃഖങ്ങൾ വന്നു ചേരും. മൊത്തം സുഖാധിക്യമായിരിക്കും. പുണ്യഫലം അധികമായി വരുമ്പോൾ അവിടെ സുഖാനുഭവത്തിനാണ് പ്രാധാന്യം ഉണ്ടാവുക. അല്ലെങ്കിൽ പാപഫലം അനുഭവത്തെ തരുമ്പോൾ ദുഃഖാനുഭവത്തിനാണ് പ്രാധാന്യം ഉണ്ടാവുക. എങ്കിലും ആ ദുഃഖത്തിൻ്റെ മധ്യത്തിൽ തന്നെ ചില സുഖങ്ങളുണ്ടാവും. അതുകൊണ്ടാണല്ലോ ഇത്തരം തത്വങ്ങളൊന്നും വിചാരം ചെയ്യാത്തവർ പോലും ഈ ലോകത്ത് ജീവിച്ചു പോകുന്നത്. അല്ലെങ്കിൽ തീർത്തും നിരാശരായി നശിച്ചു പോകേണ്ടതാണ്. അപ്പോൾ മൊത്തം ദുഃഖഭൂയിഷ്ടമായൊരു ജീവിതമാണെങ്കിൽ തന്നെയും അതിൻ്റെ മധ്യേ ചില സുഖങ്ങൾ, അഥവാ സുഖഭൂയിഷ്ടമായ ജീവിതമാണെങ്കിലും മധ്യേ ചില ദുഃഖങ്ങൾ, ഇത് നിശ്ചയമായും മനുഷ്യ ജീവിതത്തിൽ ഉണ്ട്. ഇത് മനസ്സിലാക്കണം എന്നുകൂടി പറയുകയാണ്. രണ്ടും അന്യോന്യ സംയുക്തമായേവനും ഉണ്ടു ജലപങ്കമെന്ന പോലെ സഖേ. ഒരു ജലാശയത്തിൽ ശുദ്ധമായ ജലമുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ നിശ്ചയമായും ചളിയുണ്ട്. നിശ്ചയമായും ജലാശയത്തിൻ്റെ അടിയിൽ ചളിയുണ്ട്. ചളിയില്ലാതെ ഒരു ജലാശയം ഇല്ല. അത് ടാങ്കിൽ വെച്ച വെള്ളമല്ല. ഇളകുമ്പോൾ ആ ചളി ഇളകും, പിന്നെ വീണ്ടും അത് ഊറും, വീണ്ടും ഇളകും, വീണ്ടും ഊറും. ഇത് പ്രപഞ്ചത്തിൻ്റെ അനിഷേധ്യമായ നിയമമാണ്. അതുകൊണ്ട് ഈ യാഥാർത്ഥ്യം ജീവിതത്തെപ്പറ്റി മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ദ്വന്ദ്വങ്ങളാൽ ബാധിക്കപ്പെടാതെ, ഹർഷമോ വിഷാദമോ പ്രാപിച്ച് സ്വയം നശിക്കാനിടയാവാതെ എന്താണോ തൻ്റെ കർത്തവ്യം ആ കർത്തവ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. കൂടുതൽ ശ്രേഷ്ഠങ്ങളായ കർമ്മങ്ങളെ ചെയ്ത് നല്ല നാളെയെ സൃഷ്ടിക്കാൻ ഇന്ന് പരിശ്രമിക്കുക. ഇന്ന് ദുഃഖാനുഭവങ്ങൾ വരുമ്പോൾ അത് ഇന്നലെകളിലെ ഫലരൂപമാണെന്ന് മനസ്സിലാക്കി ജീവിക്കുക. ഇതാണ് പ്രായോഗികമായ ഒരു ജീവിത വീക്ഷണം. അത്ര ഉയർന്ന വേദാന്ത തത്വമൊന്നുമല്ല ലക്ഷ്മണൻ പറയുന്നത്. പക്ഷേ ലോകജീവിതത്തിൽ സാമാന്യമായി ശാന്തിയോടെ പുലരാനും തൻ്റെ ഉത്തരവാദിത്തങ്ങളെ ചെയ്യാനും തൻ്റെ ബാധ്യതകളെ ഏറ്റെടുക്കാനും
സമതയോടെ ജീവിക്കാനും ഒരു സാമാന്യ മനുഷ്യന് വേണ്ടുന്ന ജീവിത വീക്ഷണമാണിത്. നല്ലപോലെ ശ്രദ്ധിക്കുക, അനുസന്ധാനം ചെയ്യുക. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം പഠിക്കാം. ദിനരാത്രങ്ങൾ മാറി വരുന്നത് പോലെ സുഖാനന്തരം ദുഃഖവും ദുഃഖാനന്തരം സുഖവുമുണ്ടെന്ന് ജ്ഞാനികൾ അറിയുന്നു. ഈ സത്യത്തെ മനസ്സിൽ പതിയും വിധം വ്യക്തമാക്കുകയായിരുന്നു സ്വാമി ചിദാനന്ദപുരി. ഈ കാണുന്ന പ്രകൃതിയിലെ സകലതും ഗുരുക്കന്മാരാണ്. ആ ഗുരുക്കന്മാരെ പിന്തുടർന്നാൽ നിശ്ചയമായും ദുഃഖങ്ങൾ അകറ്റാനും ജീവിത സത്യങ്ങൾ മനസ്സിലാക്കാനും സാധിക്കുമെന്ന് ഭാഗവതത്തിൽ സൂചിപ്പിക്കുന്ന അവധൂതൻ മനസ്സിലാക്കി. ആ അവധൂതനെ പോലെ പ്രകൃതി പാഠങ്ങൾ ഉൾക്കൊണ്ട് നമ്മൾ മുന്നോട്ടു പോകണമെന്നാണ് സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി സനാതനധർമ്മത്തിൽ പറയുന്നത്. നമുക്ക് സ്വാമിജിയുടെ വാക്കുകൾ കേൾക്കാം. ഓം അമൃതേശ്വര്യായി നമഃ. അവധൂതൻ്റെ 24 ഗുരുക്കന്മാരെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവധൂതൻ തൻ്റെ അടുത്ത ഗുരുവായി പറയുന്നത് ഞാവൽ പക്ഷിയെയാണ്. കഴുകൻ്റെ വംശത്തിലുള്ള പക്ഷിയാണ് ഞാവൽ പക്ഷി. അത് ഒരു മാംസപിണ്ഡവും കൊത്തിയെടുത്തുകൊണ്ട് പറക്കുകയായിരുന്നു. അപ്പോൾ മറ്റു പക്ഷികൾ കൂട്ടമായി അതിനെ ആക്രമിക്കാൻ തുടങ്ങി. ബലമുള്ള ചുണ്ടുകൾ കൊണ്ട് കൊത്തി മുറിവേൽപ്പിക്കാൻ തുടങ്ങി. അത് മാംസപിണ്ഡം വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ പറന്നു നോക്കി. പക്ഷേ കൊത്തുകൊണ്ട് അവശനായി തീർന്നപ്പോൾ മാംസപിണ്ഡം തറയിലേക്കിട്ടു. അപ്പോൾ പക്ഷിക്കൂട്ടം മാംസപിണ്ഡത്തിൻ്റെ പുറകെ പോയി. അങ്ങനെ ഞാവൽ പക്ഷിക്ക് നഷ്ടപ്പെട്ട സ്വൈര്യം തിരിച്ചു കിട്ടി. ഈ ഞാവൽ പക്ഷിയെ കണ്ടപ്പോൾ അവധൂതൻ ചിന്തിച്ചത് ഭൗതികമായ വസ്തുക്കൾ സമ്പാദിച്ചു കൂട്ടാൻ ശ്രമിക്കുന്ന ആളുകളെക്കുറിച്ചാണ്. അതിനുവേണ്ടി കഠിനമായ പീഡനങ്ങൾ തന്നെ മനുഷ്യർ സഹിക്കുന്നു. സ്വന്തമായി വയ്ക്കാൻ ശ്രമിക്കുമ്പോൾ സ്വൈര്യം നഷ്ടപ്പെടുന്നു. അതുപേക്ഷിക്കാൻ തയ്യാറാകുമ്പോൾ സ്വൈര്യം വീണ്ടും കിട്ടുന്നു. സന്യാസം പരമം സുഖം. ത്യജിക്കുന്നതിലാണ് സുഖം, ആർജിക്കുന്നതിലല്ല. കൊടുക്കുന്നതിലാണ് സുഖം, നേടാൻ ശ്രമിക്കുന്നതിലല്ല. ഞാവൽ പക്ഷിയെ കണ്ടപ്പോൾ അവധൂതൻ പഠിച്ച പാഠം അതാണ്. അടുത്ത ഗുരുവായി അവധൂതൻ കാണുന്നത് ഒരു കൊച്ചു കുട്ടിയെയാണ്. മാനാപമാനങ്ങളില്ലാതെ കഴിയുന്നതിൻ്റെ സുഖം, അതാണ് കുട്ടിയിൽ നിന്ന് പഠിച്ച പാഠം. ശരീരചിന്തയില്ലാതെ കളിയിൽ മുഴുകിയിരിക്കുന്ന കുട്ടി, അത് വിശപ്പും ദാഹവും അറിയുന്നതേയില്ല. അവൻ ഭൂതകാലത്തെക്കുറിച്ച് ഓർക്കുന്നില്ല, ഭാവിയെക്കുറിച്ചോർത്ത് ഉത്കണ്ഠപ്പെടുന്നുമില്ല. അവൻ കളിയിൽ രസിക്കുന്നു, വർത്തമാനകാലത്തിൽ ജീവിക്കുന്നു. അവന് മാനാപമാനങ്ങളില്ല. ചിലപ്പോൾ വസ്ത്രം പോലും ഉണ്ടാവില്ല. ആൾക്കാർ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് അവൻ ആശങ്കയില്ല. ആരെങ്ങനെയായാലും അവന് പ്രശ്നമില്ല. അവന് ദേഷ്യം വന്നാൽ അവൻ ദേഷ്യപ്പെടും. അല്പനിമിഷങ്ങൾ കഴിഞ്ഞാൽ മോണ കാട്ടി ചിരിക്കുകയും ചെയ്യും. ദേഷ്യപ്പെട്ടവരോട് ഉള്ളിൽ ദേഷ്യമില്ല. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഒരു കുഞ്ഞിൻ്റേതുപോലെയുള്ള നിർമ്മലമായ മനസ്സുണ്ടെങ്കിൽ അവന് ഭൂതകാലത്തെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ടി വരില്ല. മനസ്സിനെ നിർമ്മലമാക്കി നൈസർഗികമായ ഭാവത്തിൽ വസിക്കുക എന്ന പാഠമാണ് കൊച്ചുകുട്ടിയിൽ നിന്ന് അവധൂതൻ പഠിച്ചത്. അടുത്തത് കന്യകയാണ്. കന്യക തൻ്റെ കൈകളിലെ വളകൾ കിലുങ്ങുന്ന ശബ്ദം കേൾക്കാതിരിക്കാനായി ഓരോരോ വളകളായി ഊരി മാറ്റി നോക്കി. ഓരോ വള ഊരിയിട്ട് നോക്കുമ്പോഴും പിന്നെയും കിലുങ്ങുന്നു. അങ്ങനെ അവസാനം 2 കൈയിലും ഓരോ വളകൾ മാത്രമായി കഴിഞ്ഞപ്പോൾ പിന്നെ കിലുക്കം കേൾക്കാതെയായി. ഈ ലോകത്തിൽ ഈശ്വരനും ഞാനും രണ്ടായി മാറി നിൽക്കുമ്പോൾ അസ്വസ്ഥതയുണ്ടാകുന്നു. ഈശ്വരനും ഞാനും ഒന്നായി മാറുമ്പോൾ നാം ആനന്ദിക്കുന്നു. ആനന്ദിക്കണമെന്നുണ്ടെങ്കിൽ രണ്ടില്ലാത്ത അവസ്ഥയിലേക്ക് ഉയരണം. പ്രപഞ്ചം മുഴുവനും നിറഞ്ഞിരിക്കുന്നത് ഈശ്വരനാണ് എന്നറിയണം. തന്നിലും നിറഞ്ഞിരിക്കുന്നത് ഈശ്വരനാണ്. രണ്ടില്ല എന്നറിയുമ്പോൾ എല്ലാം നിശ്ചലമാകുന്നു, നിശബ്ദമാകുന്നു. ആ നിശബ്ദതയിൽ ശാന്തി ഉണ്ടാകുന്നു. അവിടെ യഥാർത്ഥത്തിലുള്ള ആനന്ദം അനുഭവിക്കാൻ സാധിക്കുന്നു.
ഈ പ്രകൃതിയുമായി ഒന്നാവുക, പ്രപഞ്ചവുമായി ഒന്നാവുക, ഈശ്വരനുമായി ഒന്നാവുക, സകല ജീവജാലങ്ങളുമായി ഒന്നാവുക. രണ്ടില്ലാത്ത അവസ്ഥയിൽ സ്നേഹം മാത്രം അവശേഷിക്കുന്നു. അദ്വൈത ഭാവത്തിലെ ആനന്ദാനുഭൂതിയാണ് അവധൂതൻ കന്യകയെ കണ്ടപ്പോൾ ഓർത്തത്. അടുത്ത ഗുരു ബാണം നിർമ്മിക്കുന്ന ആളാണ്. ഒരാൾ അമ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ മുന ഏറ്റവും മൂർച്ചയുള്ളതാക്കി മാറ്റുവാൻ വളരെ ശ്രദ്ധയോടെ ഏകാഗ്രതയോടെ അത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് രാജരഥം ആ നിരത്തിലൂടെ കടന്നുപോയി. ആരവത്തോടെ കടന്നുപോയ ആ രഥം അമ്പുണ്ടാക്കിക്കൊണ്ടിരുന്ന ആൾ കണ്ടതേയില്ല. ഇത് അവധൂതൻ ശ്രദ്ധിച്ചു. അവൻ്റെ ഏകാഗ്രതയെക്കുറിച്ചോർത്ത് അത്ഭുതപ്പെട്ടു. കണ്ണുകൾ തുറന്നിരിക്കുകയാണ്. പക്ഷേ അവൻ്റെ ശ്രദ്ധ മുഴുവനും അമ്പിന് മൂർച്ച കൂട്ടുന്നതിലാണ്. ആരവത്തോടെ കടന്നുപോയ രഥം കാണുന്നില്ല, ആരവം കേൾക്കുന്നില്ല. ഏകാഗ്രതയോടെ തൻ്റെ ജോലി തുടരുന്നു. അഭ്യാസത്തിലൂടെ മനസ്സ് ഏകാഗ്രമാകുന്നു. മനസ്സ് ഏകാഗ്രമായാൽ ഭൗതിക പ്രപഞ്ചത്തിലെ യാതൊന്നും നമ്മെ ബാധിക്കുന്നില്ല. ഭൗതികമായ കാര്യങ്ങളൊന്നും നമ്മെ ബാധിക്കാതിരിക്കണമെങ്കിൽ മനസ്സിനെ ഏകാഗ്രമാക്കാൻ അഭ്യസിക്കണം. ഈ പാഠമാണ് ബാണം നിർമ്മിക്കുന്ന ആളെ കണ്ടപ്പോൾ അവധൂതൻ പഠിച്ചത്. അടുത്ത ഗുരു സർപ്പമാണ്. സർപ്പം സ്വയം മാളം നിർമ്മിക്കുന്നില്ല. മാളം കാണുന്നിടത്ത് കയറി അങ്ങ് താമസമാക്കും. ആ മാളം മോടി പിടിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല. കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ മാളത്തിൽ നിന്നും വേറൊരു മാളത്തിലേക്ക് താമസം മാറ്റും. സഞ്ചരിക്കുന്നതിനിടയിൽ ചില ഇടത്താവളങ്ങൾ പോലെ മാളങ്ങളിൽ കയറിയിരിക്കും. സ്വന്തമായി അത് വീടുണ്ടാക്കുന്നില്ല. ഒരു വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടണമെന്ന് ആഗ്രഹമില്ല. എപ്പോൾ വേണമെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തയ്യാറാണ്. അങ്ങനെ എപ്പോൾ വേണമെങ്കിലും തൻ്റെ താമസ സ്ഥലം മാറ്റാൻ തയ്യാറായി നിൽക്കുന്ന സർപ്പത്തെ കണ്ടപ്പോൾ അവധൂതൻ ചില കാര്യങ്ങളാണ് പഠിച്ചത്. ഒരിക്കലും ഗ്രഹത്തിൽ ബന്ധിക്കപ്പെടാൻ പാടില്ല. വീടുണ്ടാക്കുന്നത് നല്ലതാണ്, പക്ഷേ വീട് സ്വന്തമാക്കാൻ ശ്രമിക്കരുത്. സർപ്പത്തെ കണ്ട അവധൂതൻ പഠിച്ച പാഠം അതാണ്. ഒരിടത്തും ഒട്ടി നിൽക്കാതിരിക്കുക. ഈ വീടും ശരീരവും എല്ലാം ഈശ്വരൻ്റേതാണ് എന്ന് കരുതുക. ഈ ശരീരവും ഒരു വീടാണ്, വാടക വീട്. എൻ്റേതായതുകൊണ്ട് നിൽക്കുകയല്ല ഇവിടെ. ഈ ശരീരം ഈശ്വരൻ തന്നതായതുകൊണ്ട് നിൽക്കുന്നു. അതേപോലെ നമുക്ക് കിട്ടിയതൊക്കെ ഈശ്വരൻ തന്നതുകൊണ്ട് മാത്രം സൂക്ഷിക്കുന്നു. സൂക്ഷിക്കാനേ അവകാശമുള്ളൂ, സ്വന്തമാക്കാൻ അവകാശമില്ല. അവധൂതൻ്റെ അടുത്ത ഗുരു ചിലന്തിയാണ്. അവധൂതൻ ചിലന്തിയെ കണ്ടപ്പോൾ അതിശയത്തോടെ നോക്കി നിന്നത്രേ. തന്നിൽ നിന്നും അതിമനോഹരമായ ഒരു വല ചിലന്തി നിർമ്മിക്കുന്നു. ചിലന്തി ചുറ്റിനും അതിൻ്റെ ഒരു പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കുന്നു. ആ പ്രപഞ്ചത്തിലെ ചക്രവർത്തിയെപ്പോലെ ഇരിക്കുന്നു. ആവശ്യമുള്ളതൊക്കെ ആ വലയിൽ വന്ന് കുടുങ്ങുന്നു. ഒന്നും തേടിപ്പോകേണ്ടതായിട്ട് വരുന്നില്ല. ആ വലയിലാകെ സഞ്ചരിക്കുന്നു. വലയിൽ സഞ്ചരിക്കുമ്പോൾ ചിലന്തിയുടെ കാലുകൾ മാത്രം ഒട്ടുന്നില്ല. മറ്റു ജീവികളൊക്കെ ഒട്ടിപ്പോകും. പക്ഷേ ചിലന്തി അവിടെ പറ്റിപ്പിടിക്കുന്നില്ല. ഇനിയും താൻ സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തെ മുഴുവനും ഉള്ളിലാക്കാനും ചിലന്തിക്ക് സാധിക്കും. ഈ ചിലന്തിയെ കണ്ടപ്പോൾ അവധൂതൻ ചിന്തിച്ചത് ഈ പ്രപഞ്ചം സൃഷ്ടിച്ച ഈശ്വരനെക്കുറിച്ചാണ്. ഈശ്വരൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. ഈ പ്രപഞ്ചത്തിൽ എവിടെയും ഈശ്വരൻ സഞ്ചരിക്കുന്നു. ഈ പ്രപഞ്ചം മുഴുവനും ഈശ്വരനിൽ തന്നെ വിലയം പ്രാപിക്കുന്നു. അതായത് ഈ പ്രപഞ്ചം മുഴുവനും ഈശ്വരൻ തന്നെയാണ് എന്ന പാഠമാണ് ചിലന്തിയാകുന്ന ഗുരുവിൽ നിന്നും അവധൂതൻ പഠിച്ചത്. ശുദ്ധമായ മനസ്സിന് പ്രകൃതി എപ്പോഴും ഒരു പാഠമാണ്. മുന്നോട്ട് നയിക്കാനുള്ള ഊർജവും ഉദാഹരണങ്ങളും പ്രകൃതി എപ്പോഴും നൽകിക്കൊണ്ടേയിരിക്കും. അത് ഉൾക്കൊള്ളാനുള്ള മനസ്സ് വേണമെന്ന് മാത്രം.
പ്രകൃതിയെ ഗുരുവായി കണ്ട അവധൂതൻ ഒടുവിൽ തൻ്റെ ശരീരത്തിൽ നിന്നും പാഠങ്ങൾ പഠിച്ചു. ബാല്യവും ശൈശവവും കൗമാരവും യൗവനവും വാർദ്ധക്യവും പിന്നിടുന്ന ശരീരത്തിൽ എന്തെല്ലാം രൂപമാറ്റങ്ങൾ! ഒരു ജന്മത്തിൽ തന്നെ വ്യത്യസ്തമായ എത്ര ശരീരങ്ങളാണ് മാറുന്നത്. പക്ഷെ അപ്പോഴും മാറാത്തത് ആത്മാവ് മാത്രം. ആത്മാവിനെക്കുറിച്ച് അറിയുകയാണ് ഏറ്റവും പരമമായ പാഠമെന്ന് ശ്രീമദ് ഭാഗവതത്തിലെ അവധൂത ബ്രാഹ്മണൻ പഠിപ്പിക്കുന്നത് എന്തെന്ന് ഓർമ്മപ്പെടുത്തുകയായിരുന്നു സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി. അധ്വാനവും അധ്യയനവും പ്രാർത്ഥനയുമാണ് ആരോഗ്യത്തിൻ്റെ 3 താക്കോൽ. ഏതെങ്കിലും ഒന്നിൻ്റെ അഭാവം ആരോഗ്യത്തെ ബാധിക്കും. ഇനി ആരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. हर